السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞു, അത്തിയറതു ശിർകുൻ സലാസൻ വമാ മിന്നാ ഇല്ലാ വലാകിന്നല്ലാഹ യുദ്ഹിബുഹു ബിത്തവക്കുൽ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തിയറത്തു ഷിർക്കുൻ, ശകുനം നോക്കൽ ഷിർക്കാകുന്നു. അതവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞു, 3 തവണ ആവർത്തിച്ചു എന്നാണ് സഹാബി പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നമ്മിൽ ചിലപ്പോൾ ശകുനത്തിൻ്റെ വല്ല കാര്യവും ഉണ്ടായേക്കാം, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള തവക്കുൽ ആ ശകുനത്തെ നമ്മുടെ മനസ്സിൽ നിന്നും നീക്കിക്കളയും. അത്തരം ഷിർക്കിൻ്റെ ചിന്തകൾ, വിശ്വാസം തവക്കുലിലൂടെ അല്ലാഹു നമ്മുടെ മനസ്സിൽ നിന്നും പോക്കിക്കളയും. സഹോദരങ്ങളെ, ശകുനം നോക്കൽ, അത്തരം ശകുനത്തിൽ വിശ്വസിക്കൽ എന്നത് മുസ്ലിമീങ്ങൾക്കിടയിൽ വരെ വ്യാപകമായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മിൽ പലർക്കും പരിചയവുമുണ്ടാകും അത്തരം ചില സന്ദർഭങ്ങൾ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെയുള്ള ശകുനം നോക്കൽ, ആ ശകുനത്തിൽ വിശ്വസിക്കൽ, അത്തരം വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായാൽ അത് ഷിർക്കാകുന്നു, അല്ലാഹുവിൽ പങ്കുചേർക്കലാകുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, മൻ റദ്ദത്ഹു തിയറതു മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക. ഒരാൾക്ക് വല്ല ആവശ്യവുമുണ്ട്, ഒരാൾ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്നു, അതല്ലെങ്കിൽ വല്ല
നല്ല കാര്യവും ചെയ്യാൻ തീരുമാനിക്കുന്നു. ഉദാഹരണത്തിന് വീടിൻ്റെ പണി ആരംഭിക്കൽ, വീട് കുടിയിരിക്കൽ, അതല്ലെങ്കിൽ വിവാഹം, യാത്ര പോകൽ തുടങ്ങി ഏതൊരു കാര്യവുമാവട്ടെ, ഒരാളെ ശകുനം ആ കാര്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുകയാണെങ്കിൽ അയാൾ അള്ളാഹുവിൽ പങ്കുചേർത്തിരിക്കുന്നു. സഹോദരങ്ങളെ, എന്താണ് ഈ ശകുനം നോക്കൽ എന്നൊക്കെ പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഗൗരവത്തിൽ ഇത് താക്കീത് ചെയ്യാനുള്ള കാരണം എന്താണ്? നിങ്ങൾ നോക്കൂ, പഴയ കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അവർക്കിടയിൽ പല രൂപത്തിൽ. അതിലൊന്നാണ്, അവർ വല്ല യാത്രയും തിരിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു പക്ഷിയെ പറത്തിവിടും. അതവരുദ്ദേശിച്ച രൂപത്തിൽ പറന്നു പോവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് വലതുഭാഗത്തേക്കാണെങ്കിൽ യാത്ര തുടരും, അല്ലെങ്കിൽ യാത്ര ആരംഭിക്കും. ഇനിയല്ല, അവരുദ്ദേശിക്കാത്ത തെറ്റായ ദിശയാണ് ആ പക്ഷി തിരഞ്ഞെടുത്തത് എങ്കിൽ അവർ യാത്ര നിർത്തിവെക്കും. ഇത് പ്രിയമുള്ളവരെ, എത്ര സന്ദർഭങ്ങളിൽ നമ്മുടെ നാടുകളിൽ, മുസ്ലിം വീടുകളിൽ കാണാൻ സാധിക്കും. പഴയകാലത്ത് അതല്ലെങ്കിൽ ഇപ്പോഴും വിവാഹത്തിന് തീയതി കുറിക്കാൻ രണ്ട് കൂട്ടരുടെയും കൂടെ ഒരു മുസ്ലിയാരുണ്ടാകും, ഒരു പുരോഹിതരുണ്ടാകും. എന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചാൽ ഈ കുടുംബക്കാർ കണ്ട തീയതി പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ ആ ഡേറ്റ് എങ്ങനെ? അപ്പോൾ മൂപ്പര് കലണ്ടർ നോക്കും, എന്നിട്ട് പറയും ആ തീയതി പോരാ, ആ തീയതിക്ക് പ്രശ്നമാണ്, അതല്ലെങ്കിൽ ആ ദിവസത്തിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കുന്നതായി നമുക്ക് കാണാം. അതല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ ഗൾഫിലേക്കൊക്കെയുള്ള യാത്ര ടിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചൊവ്വാഴ്ച എടുക്കരുത് എന്ന് പറയും. അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചില ദിവസങ്ങൾ എടുക്കരുത് എന്ന് പറയും. അതുപോലെ തന്നെ പല്ലി ശബ്ദിച്ചാൽ, അതുപോലെ ഒരു വഴിയിലൂടെ പോകുമ്പോൾ പൂച്ച കുറുകെ ചാടിയാൽ, ഇങ്ങനെ പല രൂപത്തിലാണ് പ്രിയമുള്ളവരെ ആളുകൾക്കിടയിൽ ശകുനം. അതല്ലെങ്കിൽ ചിലപ്പോൾ വ്യക്തികളെക്കുറിച്ച് പറയും, ഇന്നയാളെ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ ആ രൂപത്തിലുള്ള ശകുനം നമ്മുടെ വല്ല കാര്യത്തെ തൊട്ടും നമ്മെ തടഞ്ഞാൽ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ കഫാറത്തു ദാലിക്? ഇനിങ്ങനെ സംഭവിച്ചു പോയാൽ എന്താണ് അതിനുള്ള പ്രായശ്ചിത്തം? അവിടുന്ന് പറഞ്ഞു, അയ്യഖൂല അഹദുഹും, ഇങ്ങനെ സംഭവിച്ചു പോയ ഒരാൾ ഇപ്രകാരം പറയണം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക. അല്ലാഹുവേ, നീ തീരുമാനിച്ച നിന്റെ ഖദറിലുള്ള നന്മയല്ലാതെ മറ്റൊരു നന്മയുമില്ല. നീ തീരുമാനിച്ച നിന്റെ ഖദറിലുള്ള, നീ സംഭവിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ദോഷബാധയല്ലാതെ പ്രയാസമല്ലാതെ മറ്റൊന്നുമില്ല. നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല റബ്ബേ. സഹോദരങ്ങളെ നോക്കൂ, തവക്കുലിൻ്റെ തൗഹീദിൻ്റെ വാക്കാണ് ഇത്തരം ഷിർക്കിൻ്റെ ചിന്തകളിൽ നിന്ന്, വിശ്വാസങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അത് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം അബദ്ധങ്ങളിൽ ആരെങ്കിലും ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഇതാ രക്ഷപ്പെടാൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന, അതുപോലെ തവക്കുൽ, അത് നമ്മുടെ ജീവിതത്തിൽ കൈമുതലാക്കുക. അതല്ലെങ്കിൽ ശിർക്കിലകപ്പെട്ടു പോയി അങ്ങനെ ശാശ്വതമായ നരകത്തിലേക്ക്, അതിൻ്റെ അഗാധഗർത്തങ്ങളിലേക്ക് പതിച്ചു പോവാൻ അത് കാരണമായേക്കാം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, ഈ രൂപത്തിലുള്ള തിയറത്ത്, ശകുനം നോക്കൽ, അങ്ങനെയുള്ള വിശ്വാസം പ്രിയമുള്ളവരെ അമ്പിയാക്കളുടെ ശത്രുക്കളായിരുന്നു അത് പറഞ്ഞിരുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ നബിമാരെക്കുറിച്ച് ശത്രുക്കൾ പറഞ്ഞത് ഈ രൂപത്തിലാണ്. അതാ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖൗമ് പറയുകയാണ്,
ഖാലു തയ്യർനാ ബിക വബിമൻ മഅക്. അവർ പറഞ്ഞു, നിന്നെ കൊണ്ടും നിന്റെ കൂടെ ഉള്ളവരെ കൊണ്ടുമാണ് സർവനാശവും. അതുപോലെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ കാണാം, ബനൂ ഇസ്രായേലിയർക്ക് അല്ലാഹു വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകുകയുണ്ടായി. വരൾച്ചയും അതുപോലെയുള്ള കൃഷിയുടെ കുറവും തുടങ്ങി അനേകം ശിക്ഷകൾ അവർക്ക് വന്നു ഭവിച്ചു. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണത്, അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പരീക്ഷണമായിരുന്നു അത്. പക്ഷേ അവർ അതിനോട് പ്രതികരിച്ചത് മറ്റൊരു രൂപത്തിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഫഇദാ ജാഅതുഹുമുൽ ഹസനതു ഖാലൂ ലനാ ഹാദിഹി. അവർക്ക് നന്മ വന്നു കിട്ടിയാൽ, അവർക്ക് യാതൊരു പ്രയാസവുമില്ലാതെ നന്മകളാണ് വന്നു കിട്ടിയത് എങ്കിൽ അവർ പറയും, ഇത് നമ്മുടെ മേന്മ കൊണ്ടാണ്, നമ്മളതിന് അർഹരാണ്, നമുക്കത് അർഹതപ്പെട്ടതാണ് എന്ന് അഹങ്കരിച്ചു പറയും. എന്നാൽ വൈൻ തുസിബുഹും സയ്യിഅതുൻ, അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വല്ല ശിക്ഷയും വല്ല പ്രയാസങ്ങളും വന്നു ഭവിച്ചാൽ അവർ പറയും, യത്തയ്യറൂ ബിമൂസ വമൻ മഅഹു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും പഴി പറയും. അവർ പറയും, നിന്നെ കൊണ്ടാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുഖത്ത് നോക്കി പറയും, മൂസ ഈ പറഞ്ഞ ആദർശവുമായി കടന്നു വന്നത് കൊണ്ടാണ് നമുക്ക് ഈ പരീക്ഷണങ്ങൾ വന്നു ഭവിച്ചത്. അതുപോലെ ബനൂ ഇസ്രായേലിയരിൽ ചിലർ മൂസയെ വിശ്വസിച്ചതുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾ വന്നു ഭവിച്ചത് എന്നവർ പറയുമായിരുന്നു. സഹോദരങ്ങളെ നോക്കൂ, എത്ര അപകടകരമായ വിശ്വാസമാണിത്. മഹാന്മാരായ നബിമാരെ കുറിച്ചുള്ള അവരുടെ വിശ്വാസമായിരുന്നു ഇത്. നബിമാരെ കൊണ്ടാണ് അവർ ശകുനം പറഞ്ഞിരുന്നത്. ഇനി ഇതാ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും മക്കയിലെ മുശ്രിക്കുകൾ സമാനമായ പദം പ്രയോഗിച്ചിരുന്നു. വൈൻ തുസിബുഹും ഹസനത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാഹ്. അവർക്ക് വല്ല നന്മയും വന്നു ഭവിച്ചാൽ അവർ പറയും, ഇത് അല്ലാഹുവിൽ നിന്നാണ്. വൈൻ തുസിബുഹും സയ്യിഅത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദിക്. ഇനി അവർക്ക് വല്ല മുസീബത്തുമാണ്, പരീക്ഷണങ്ങളുമാണ് വന്നു ഭവിക്കുന്നത് എങ്കിൽ അവർ പറയും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി പറയും, ഇത് നിന്നെ കൊണ്ടാണ്, നീ കാരണമാണ് എന്ന് അവർ പറയുമായിരുന്നു. അല്ലാഹു അതാ അതിന് ശക്തമായ മറുപടി പറയുന്നു, ഖുൽ നബിയെ പറയുക, കുല്ലും മിൻ ഇൻദില്ലാഹ്, എല്ലാം അല്ലാഹുവിൽ നിന്നാണ്, എല്ലാം അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് എന്ന് നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പിഴച്ച വിശ്വാസം ഒരിക്കലും നമ്മുടെ മുസ്ലിമീങ്ങളുടെ അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസമല്ല. ഇത്തരത്തിലുള്ള ശകുനം നോക്കലും ആ ശകുനത്തിൽ വിശ്വസിക്കലും അറിയാൻ പോകലും അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഈ രൂപത്തിൽ കാര്യങ്ങൾ തീരുമാനിപ്പിക്കലും ഒക്കെ ഷിർക്കിൽപ്പെട്ടതാണ്, ഷിർക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതൊക്കെ വന്നത് ഇതര സമുദായങ്ങളിൽ നിന്നാണ്, യഹൂദികളിൽ നിന്നാണ്, അതുപോലെ ഷിയാക്കളിൽ നിന്നാണ്, അതുപോലെ മറ്റു മതസ്ഥരിൽ നിന്നുമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത് മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തു എന്നത് എത്ര ഖേദകരമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നതാണ് ഇതൊക്കെ. ഇപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിൽ വരെ ഇതിൻ്റെ ആളുകളെ നമുക്ക് കാണാം. നക്ഷത്രവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള സിഹറിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് അതിനെക്കുറിച്ചൊരൽപ്പം അറിയുന്ന അങ്ങനെയുള്ള ഇസ്മിൻ്റെ ഉസ്താദുമാർ ഇതിൽ പ്രഗത്ഭരാണ്. അവരൊക്കെയാണ് ഈ തീയതി തീരുമാനിച്ചു കൊടുക്കുക. എന്നിട്ട് ഇന്ന തീയതി അത് പാടില്ല, ഇന്ന ദിവസം പാടില്ല എന്ന് പറയും. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന അവൻ്റെ വിധി തീരുമാനങ്ങളിൽ വിശ്വസിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. അല്ലാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം എന്നത് 6 ഈമാൻ കാര്യങ്ങളിൽ ഒന്നായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ. ദിവസങ്ങൾക്കോ സമയങ്ങൾക്കോ അതല്ലെങ്കിൽ വല്ല മൃഗങ്ങൾക്കോ അതുപോലെയുള്ള കാര്യങ്ങൾക്കോ നമ്മുടെ ഖൈറും ഷർറും തീരുമാനിക്കാൻ എന്ത് അർഹതയാണുള്ളത്? നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, പല്ലി ശബ്ദിച്ചാൽ പല്ലിയെ അള്ളാഹു അങ്ങനെയാണ് പടച്ചത്, അത് ശബ്ദമുണ്ടാക്കും.
അതുപോലെ ഒരു പൂച്ച അത് നമ്മുടെ കുറുകെ ചാടിപ്പോയി എങ്കിൽ പ്രിയമുള്ളവരെ, ബുദ്ധിയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പൂച്ചക്ക് നമ്മേക്കാൾ തിരക്കുണ്ട്, അതിനെ പോകാൻ അനുവദിക്കുക. അതല്ലാതെ ആ പൂച്ച നമ്മുടെ കുറുകെ ചാടിയത് കൊണ്ട് നമ്മുടെ യാത്രയെ അത് ബാധിക്കുമെന്ന് വിശ്വസിക്കുക എന്നത് എത്ര വിഡ്ഢിത്തമാണ്. അതല്ലെങ്കിൽ ചില ദിവസങ്ങൾ, ചൊവ്വാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസം പഴയകാലത്ത് പാടിപ്പറയാറുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ നാട്ടിലൊക്കെ സുപരിചിതമായ ചില ബൈത്തുകൾ പ്രത്യേകം നമുക്ക് കാണാം. ശനിയാഴ്ച ദിവസം വസ്ത്രമെടുക്കുന്നത് അത് പാടില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ നമുക്ക് കാണാം. മുസ്ലിം സമുദായത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ശിർക്കിൻ്റെ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളുടെ ഇനങ്ങളാണ്. വിശദമായി വിശദീകരിച്ചു പറയേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. പറഞ്ഞതിൻ്റെ ചുരുക്കം പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ശകുനം നമുക്ക് ചേർന്നതല്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. ലാ അദ്വ വലാ തുയറത വലാ ഹാമത വലാ സഫർ. ലാ അദ്വ, പകർച്ചയില്ല എന്ന് പറഞ്ഞാൽ ഒരു രോഗം സ്വമേധയാ പകരും എന്ന വിശ്വാസമുണ്ടായിരുന്നു പഴയകാലത്ത് ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾക്ക്. അങ്ങനെ രോഗം സ്വമേധയാ പകരുകയില്ല. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നുണ്ട്. വലാ തുയറ, ശകുനമില്ല, ശകുനം നോക്കൽ, ശകുനത്തിൽ വിശ്വസിക്കൽ എന്ന ഒരു കാര്യം ഇല്ല. വലാ ഹാമ, മൂങ്ങയുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളുണ്ട്, അത്തരത്തിലുള്ള യാതൊന്നുമില്ല. വലാ സഫർ, സഫർ മാസവുമായി ബന്ധപ്പെട്ട് ചില പിഴച്ച വിശ്വാസങ്ങളുണ്ട്. ഇതൊന്നും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ സഫർ മാസത്തിൽ ഈ വിഷയം പറയാനുള്ള കാരണം, സഫർ മാസത്തിൽ നമ്മുടെ നാട്ടിലെ പല ആളുകളും പല അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കാറുള്ള മാസമാണ്. സഫർ ആദ്യം മുതൽ 10 വരെ നെഹ്സാണ് എന്ന് പറയപ്പെടാറുണ്ട്. സഫർ മാത്രമല്ല, കഴിഞ്ഞ മുഹറം മാസം അതിലെ ഒരുപാട് ദിവസങ്ങൾ നെഹ്സായിരുന്നു എന്നാണ്. ഇനിയോ ദുൽഹിജ്ജ മാസത്തിൽ നെഹ്സുണ്ട് എന്നാണ്, ശവ്വാലിൽ നെഹ്സുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പരിശുദ്ധ റമദാൻ പോലും അവർ വിട്ടിട്ടില്ല. റമദാനിലെ അവസാനത്തെ 10 വരെ നെഹ്സുണ്ട്. എന്താണ് നെഹ്സ് എന്ന് പറഞ്ഞാൽ? നെഹ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ദിവസം. നെഹ്സ് എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത മോശമായ ദിവസം, ഒരു നല്ല കാര്യത്തിനും പറ്റാത്ത ദിവസം. ആ ദിവസത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ആ ദിവസത്തിൽ ഒരു കാര്യത്തിന് തുടക്കമിടാൻ പാടില്ല. അങ്ങനെയുള്ള പിഴച്ച വിശ്വാസമാണ് അതിൻ്റെ പിന്നിൽ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ അടിവേരറുക്കുന്നു. വലാ സഫർ, സഫറില്ല എന്ന് പറഞ്ഞാൽ സഫറിലുള്ള ഇത്തരം പിഴച്ച വിശ്വാസങ്ങൾ ഇല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ, ഈ ഹദീസിൽ ലാ അദ്വ എന്ന് വന്നു, രോഗം സ്വമേധയാ പകരുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സമാനമായ ഒരു ഹദീസ് പറയുകയുണ്ടായി. ലാ യുഅദി ഷൈഉൻ ഷൈഅൻ, ഒന്നും ഒരു രോഗവും മറ്റൊന്നിന് പകരുകയില്ല. ഒരു അഅറാബി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അൽ ബഈറു അജ്റബുൽ ഹസഫതി നുദ്ബിനുഹു ഫതജ്റബുൽ ഇബ്ലു കുല്ലുഹാ. അല്ലാഹുവിൻ്റെ റസൂലേ, ഒട്ടകത്തിന് കുഷ്ഠം പോലെയുള്ള ഒരു രോഗം വരാറുണ്ട്. അങ്ങനെ അത് ആ കൂട്ടത്തിലുള്ള എല്ലാ ഒട്ടകങ്ങൾക്കും പടർന്നു പിടിക്കാറുമുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒന്നും മറ്റൊന്നിനെ പകരുകയില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത് മനോഹരമായ ഒരു ചോദ്യമാണ്. ഫമൻ അജ്റബൽ അവ്വൽ, ആദ്യത്തെ ഒട്ടകത്തിന് ആരാണ് രോഗം നൽകിയത്? ആദ്യത്തെ ഒട്ടകത്തിന് ആരാണ് രോഗം നൽകിയത്? അല്ലാഹുവാണ്. അഥവാ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അത് സംഭവിച്ചത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാ അദ്വ വലാ സഫർ, രോഗം സ്വമേധയാ പകരുകയില്ല. അതുപോലെ സഫർ മാസത്തിലെ പിഴച്ച വിശ്വാസങ്ങളും അതുപോലെയുള്ള ശകുനവും അങ്ങനെ ഒരു കാര്യവും ഇല്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഖലഖല്ലാഹു കുല്ല നഫ്സിൻ വകതബ ഹയാതഹ വറിസ്ഖഹ വമസാഇബഹ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ജീവിയെയും ഓരോ ജന്തുവിനെയും ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നു. അതിൻ്റെ ജീവിതവും അതിൻ്റെ ഉപജീവനവും അതിന് ബാധിക്കുന്ന മുസീബത്തുകളുമെല്ലാം അല്ലാഹു രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, എത്ര മനോഹരമായ വിശ്വാസമാണ്. ലാ അദ്വ വലാ തുയറ, ഇതാണ് നമ്മുടെ തെളിവിൻ്റെ ഭാഗം. പറഞ്ഞ വിഷയത്തിൻ്റെ ഭാഗം അതാണ്. ശകുനമെന്നൊരു കാര്യമില്ല. വലാ ഹാമ, മൂങ്ങയെ കൊണ്ടുള്ള ചില വിശ്വാസമുണ്ട്. മൂങ്ങയുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളും, പ്രത്യേകിച്ച് സിഹറിൻ്റെ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിഴച്ച വിശ്വാസങ്ങൾ അവർക്കിടയിലുണ്ട്. അതുപോലെ സഫർ, ഇതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുകയാണ്. ഈ പറഞ്ഞതൊന്നുമില്ല എന്ന് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ഈ പറഞ്ഞ രൂപത്തിലൊന്നും ശകുനം അതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാവരുത്. കാരണം അത് നമ്മെ തെറ്റിച്ചു കളയും. അള്ളാഹുവിലുള്ള തവക്കുൽ പോയി പോകും. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതം. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മനോഹരമായ ദിക്ർ ദുആ ഉണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്താണ് പറയാറുള്ളത്? ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ. തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയോ ഒരു കഴിവോ ഒന്നും തന്നെയില്ല. ഇത് പറഞ്ഞ ഒരു മുസ്ലിമിന് പ്രിയമുള്ളവരെ, പല്ലി ശബ്ദിച്ചാൽ എന്ത്, പൂച്ച കുറുകെ ചാടിയാൽ എന്തു പ്രയാസമാണുള്ളത്? അവൻ്റെ യാത്രക്കോ അവൻ്റെ നല്ല കാര്യങ്ങൾക്കോ അവൻ്റെ മറ്റു കാര്യങ്ങൾക്കോ ഈ പറഞ്ഞതിനൊക്കെ എന്ത് സ്വാധീനം ചെലുത്താനാണ് സാധിക്കുക? അതുകൊണ്ട് നമ്മൾ വഞ്ചിതരായി പോവരുത്. നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെയുള്ള പിഴച്ച വിശ്വാസം തിരുത്തി കാണിച്ചു കൊടുത്തു. ജാഹിലിയത്തിൽ അറബികൾക്കിടയിൽ ശവ്വാൽ മാസത്തിൽ വിവാഹം ചെയ്യാറുണ്ടായിരുന്നില്ല അവർ. നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ സഫർ, മുഹറം അതുപോലെയുള്ള ദിവസങ്ങൾ നഹ്സായി തീരുമാനിച്ചതുപോലെ ജാഹിലിയ കാലഘട്ടത്തിൽ ശവ്വാൽ മാസത്തിൽ വിവാഹം നടത്താറുണ്ടായിരുന്നില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശ്വാസം മാറ്റിമറിച്ചു. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് ശവ്വാലിലായിരുന്നു. അവിടുന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് ശവ്വാലിലായിരുന്നു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങൾ പറയുമ്പോൾ തിരുത്തി കൊടുക്കണം. ചൊവ്വാഴ്ച പാടില്ല എന്ന് പറയാം, ചൊവ്വാഴ്ച തന്നെ പോകണം. നമ്മുടെ തവക്കുൽ അത് അള്ളാഹുവിലാണ് നാം ഭരമേൽപ്പിക്കേണ്ടത്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെന്ത് ചൊവ്വ, എന്തു വ്യാഴം, എന്തു ശനി? പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിക്കുകയും ചിലതിന് പ്രത്യേകതകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള നഹ്സ് എന്ന് പറഞ്ഞ് ദിവസത്തെ ചീത്ത പറയുന്ന ഒരു സമ്പ്രദായം അള്ളാഹുവോ അവൻ്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇരു സമസ്തകളും ഇറക്കുന്ന കലണ്ടറുകൾ, അതുപോലെ ചില സ്ഥാപനങ്ങളുടെ പേരിൽ ഇറങ്ങുന്ന കലണ്ടറുകൾ സഹോദരങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി പരിശോധിക്കുക. തീയതികൾക്കപ്പുറത്ത് ഒന്നല്ലെങ്കിൽ വലതുഭാഗത്ത് അതല്ലെങ്കിൽ ഇടതുഭാഗത്തായി നഹ്സുകൾ എന്ന് പറഞ്ഞ് ഓരോ മാസത്തിലും ചില ദിവസങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് കാണാം. ആ ദിവസങ്ങളൊക്കെ നഹ്സിൻ്റെ ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾ കൊള്ളാത്ത മോശമായ ദിവസങ്ങളാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതാണ് പിന്നീട് ഒരു കാര്യത്തിന് തീയതി നിശ്ചയിക്കുമ്പോൾ കലണ്ടർ നോക്കിയിട്ട് പറയും, 22-ാം തീയതി അത് പാടില്ല, അത് നഹ്സിൻ്റെ ദിവസമാണ്. 3-ാം തീയതി അത് പാടില്ല, നഹ്സിൻ്റെ ദിവസമാണ്. നോക്കൂ നിങ്ങൾ, മുസ്ലിം സമുദായത്തിൽ അള്ളാഹുവോ അവൻ്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു പിഴച്ച വിശ്വാസം നമ്മെ പഠിപ്പിച്ചിട്ടില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നാം വഞ്ചിതരായി പോവരുത്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരായിരിക്കുക. ഇത്തരത്തിലുള്ള ശകുനത്തിൽ വിശ്വസിച്ച് നമ്മുടെ പരലോകം നശിപ്പിക്കരുത്. ഇഹലോകത്ത് തന്നെ അതിൻ്റെ തിക്തഫലം നമുക്ക് കാണാം. എത്ര ബുദ്ധിജീവികളാണ് ഇതുപോലെയുള്ള ശകുനത്തിൽ വിശ്വസിച്ച് പല നല്ല കാര്യങ്ങളും ചെയ്യാതെ അത് വേറെ ആളുകൾ ചെയ്തിട്ട് അവർ ആ കച്ചവടം ചെയ്തിട്ട് അതല്ലെങ്കിൽ അവർ ആ വീട് വാങ്ങിയിട്ട് സുഖമായി ജീവിക്കുമ്പോൾ ഈ സാധുവിന് വിചാരിക്കും, ഞാൻ വിറ്റതല്ലേ അത്, ഞാൻ ഒഴിവാക്കിയ കച്ചവടമല്ലേ അത്,
ഞാൻ കൊടുത്ത വാഹനമല്ലേ അത് എന്ന് ഈ സാധു വിചാരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള നഷ്ടക്കാരിൽ പെട്ടുപോകരുത് ഇഹലോകത്തും പരലോകത്തും എന്ന് ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുകയും കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതൊരു കാര്യം അല്ലാഹു അവൻ്റെ കിതാബിൽ പറഞ്ഞു, വമാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിലോ നിങ്ങളുടെ സ്വശരീരങ്ങളിലോ വല്ല മുസീബത്തും ബാധിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കിതാബിൽ മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടല്ലാതെ അത് സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യവും പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ഖളാ ഖദറിന് അനുസൃതമായിട്ടാണ്. അതല്ലാതെ മറ്റൊന്നിനും നമ്മുടെ ഖൈറും ഷർറും തീരുമാനിക്കാനുള്ള യാതൊരു അർഹതയും യാതൊരു കാര്യവും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അതിൽ നാം ഉറച്ചു വിശ്വസിക്കേണ്ടവരാണ്. ഏതൊരു മുസീബത്ത് ബാധിക്കുന്നുവോ അള്ളാഹുവിൻ്റെ ഖദറാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പാപക്കറകൾ കൊണ്ടായിരിക്കും. നമ്മുടെ തിന്മകൾ, നമ്മുടെ പാപങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന മുസീബത്തുകൾ. നമുക്ക് മുസീബത്തുകൾ ബാധിക്കുമ്പോൾ നാം നമ്മുടെ തിന്മകളിലേക്ക് നോക്കി അതിൽ നിന്ന് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി ജീവിതം നന്നാക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ കിതാബിൽ പല സ്ഥലങ്ങളിലും അത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പഴയകാലത്തെ സമുദായങ്ങളുടെ ചരിത്രം അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, പിഴച്ചു പോകരുത്. നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ ചില ഗുണപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹുവിനെ സൂക്ഷിക്കാനും അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാനും അങ്ങനെയുള്ള വലിയ വലിയ മഹത്തായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ പഠിപ്പിച്ചു കൊടുക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നമുക്ക് ഇപ്രകാരം കാണാം: വഅലം, മോനെ നീ അറിയുക, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ലോകത്തുള്ള എല്ലാവരും നിനക്കൊരു നന്മ ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു തീരുമാനിക്കാത്ത ഒരു നന്മയും ചെയ്തു തരാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതേപോലെ തന്നെ വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. മോനെ, എല്ലാവരും നിനക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ ഒരുമിച്ച് കൂടി എന്ന് വിചാരിക്കുക. അള്ളാഹു നിനക്ക് തീരുമാനിച്ചതല്ലാത്ത, അള്ളാഹുവിൻ്റെ ഖദറിലില്ലാത്ത ഒരു ഉപദ്രവവും ഏൽപ്പിക്കാൻ അവർക്കൊരാൾക്കും സാധിക്കുകയില്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്. അള്ളാഹുവിൻ്റെ രേഖ എഴുതാൻ അള്ളാഹു ആദ്യം സൃഷ്ടിച്ച പേനകൾ അത് ഉയർത്തപ്പെട്ടിരിക്കുന്നു, ഏടുകൾ ഉണങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നേരത്തെ തീരുമാനിച്ചതുപോലെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇത് മനോഹരമായ മഹത്തായ വിശ്വാസമാണിത് പ്രിയമുള്ളവരെ. ഏത് കാറ്റടിച്ചാലും ഏത് കൊടുങ്കാറ്റിലും പതറാതെ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ ഈ വിശ്വാസം സഹായിക്കും. മാത്രമല്ല, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70000 ബിഗൈരി ഹിസാബിൻ ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. 70,000 ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിശേഷണങ്ങൾ പറയുന്നു. ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. ശറഇൽ ഇസ്ലാമിൽ
അത് ജായിസാണ്, അനുവദനീയമാണ് എങ്കിൽ കൂടി അതൊരാൾ ചെയ്യാതിരുന്നാൽ അയാളുടെ തവക്കുലാണത്. വലാ യതതയ്യറൂൻ, ശകുനം നോക്കാതിരുന്നാൽ. ശകുനം നോക്കൽ ശിർക്കാണ് എന്ന് നമ്മൾ ആദ്യം കേട്ടു. ഒരാൾ ആ ശകുനം നോക്കാതെ അത്തരം പിഴച്ച വിശ്വാസങ്ങളിൽ ഏർപ്പെടാതിരുന്നാൽ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ചെയ്താൽ, തവക്കുലിൻ്റെ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത കാര്യമാണിത്. നോക്കൂ, ഇതൊക്കെ നമ്മുടെ തവക്കുലിനെ പൊളിച്ചു കളയുന്ന കാര്യമാണ്, ശകുനം നോക്കലും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റിവെക്കേണ്ടതാണ്. അത്തരം പിഴച്ച വിശ്വാസങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കേട്ട പ്രാർത്ഥന നമ്മൾ പഠിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക എന്നതാണ് പ്രായശ്ചിത്തമായി നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അത് നമ്മുടെ തവക്കുലിൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന പ്രാർത്ഥനയാണത്. അള്ളാഹുവിലുള്ള ഏകത്വം തൗഹീദ് ഊട്ടിയുറപ്പിക്കുന്ന കാര്യമാണത്. അള്ളാഹുവിലുള്ള ഖദറിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന കാര്യമാണത്. അതുകൊണ്ട് സഫറാകട്ടെ, മുഹറമാകട്ടെ, ഏതു മാസമാവട്ടെ, ഏതു ദിവസമാവട്ടെ, ഏത് സമയമാവട്ടെ, അങ്ങനെ ഒരു മുഹൂർത്തം നോക്കലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദിവസം നോക്കലോ അങ്ങനെ വല്ല കാര്യങ്ങളും നോക്കലോ ഇങ്ങനെയുള്ള ഒരു ശകുനവും പ്രിയമുള്ളവരെ നമുക്കില്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അത് ശിർക്കിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്, നമ്മുടെ ഇഹലോകവും പരലോകവും നശിപ്പിക്കും എന്നുകൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ പിഴച്ച വിശ്വാസ കർമ്മ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ പ്രാർത്ഥനകളുടെ സന്ദർഭങ്ങളിൽ അത്തരം അറിയുന്നവരും അറിയാത്തവരുമായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കാൻ, സമാധാനം നൽകാൻ, ആശ്വാസം നൽകാൻ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കണം. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.